ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാർ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡാണിത്. പരിശുദ്ധ കന്യാമറിയാമിനോടുള്ള അറിയിപ്പിൻ്റെ ഞായർ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിന്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. മലാക്കി പ്രവാചകൻ 3:2. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം ടെമ്പിൾ സെൻറ്റേർഡാണ്, ദൈവാലയ കേന്ദ്രീകൃതമാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവാലയത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു കുഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണ് വിവരിക്കുക. ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ദൗത്യവും വഹിച്ചുകൊണ്ട് എത്തുകയാണ്. ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ പുരുഷൻ ഗബ്രിയേൽ എന്ന സുറിയാനിയിൽ വിവർത്തനം ചെയ്ത് കേട്ടിട്ടുണ്ട്. ഹീബ്രു ഭാഷയിൽ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. ആരാധനക്രമം ഒരു നാടകമാണ് എന്ന് പറഞ്ഞാൽ ആരും അത് തമാശയായിട്ട് വിചാരിക്കരുത്. ഡിവൈൻ കോമഡി എന്ന് വേണമെങ്കിൽ ആരാധനക്രമത്തെ നമുക്ക് വിളിക്കാം. ആരാധനയുടെ അവതരണം നാടകീയമാണ്. ആരും തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. അത് ദൈവികമായ ഒരു നാടകമാണ്. അതിലെ അഭിനേതാക്കൾ എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. ദൈവം അഭിനേതാക്കളിലൂടെ കാര്യങ്ങൾ പറയുന്നവനാണ്. ദൈവം ആശയരൂപത്തിൽ ഒരു കൺസെപ്റ്റായിട്ടല്ല, രക്ഷാകര ചരിത്രത്തിലെ അഭിനേതാക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഗബ്രിയേൽ ദൂതൻ ഒരു ദൈവിക ദൗത്യവുമായി നാസറത്ത് എന്ന പട്ടണത്തിലേക്ക് വരികയാണ്. നാസറത്ത് ജെറുസലേമിൽ നിന്ന് റോഡ് മാർഗം, ഇന്നത്തെ റോഡ് മാർഗമാണ് ഞാൻ പറയുക, 146 കിലോമീറ്റർ ദൂരമുണ്ട്. പണ്ട് കാലത്ത് അതിൽ വളരെ കൂടുതലായിരുന്നു. കാരണം ഇന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളാണുള്ളത്. മലകളും താഴ്വരകളും ഒക്കെ താണ്ടി മനുഷ്യർ അന്ന് പോയിരുന്നത് അതിനേക്കാൾ ദൈർഘ്യമെന്ന റോഡിനുണ്ടായി. അങ്ങനെ ഇസ്രായേൽ വിശ്വാസത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് ദേശം 7-8 ദിവസം നടന്നെത്താനുള്ള ദൂരത്തിൽ ഉള്ള ഒരു കുഗ്രാമത്തിലേക്ക് ആണ് ഈ ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുന്നത്. ഇത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഏതാണ്ട് ഒരു പരിത്യാജ്യ കോടിയിൽ കിടന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു എന്നുള്ളത് യോഹന്നാൻ 1:46 നത്താനിയേൽ പറയുന്നൊരു വാക്യമുണ്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? യോഹന്നാൻ 7:52 നിക്കോദിമോസ്
യേശുവിന് വേണ്ടി വാദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വകവരുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ നിക്കോദിമോസ് പറഞ്ഞു, ഒരാളെ നമ്മൾ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് അയാളെ ശ്രവിക്കണം. അയാളുടെ പ്രവൃത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അയാളെ കേൾക്കാതെയും അയാളെ നിരീക്ഷിക്കാതെയും ഒരുവനെ കുറ്റം വിധിക്കാൻ ഏത് നിയമമാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്? അപ്പോൾ ഈ ജനപ്രമാണികളും പുരോഹിതന്മാരും പറഞ്ഞു, നീയും ഗലീലക്കാരനാണോ? നീ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കൂ. നസ്രത്തിൽ നിന്ന് ഒരു പ്രവാചകൻ ഉണ്ടാകുമോ എന്ന് നീ ശരിക്കും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഉത്തരം, അങ്ങനെ ഒരു പ്രവാചകനും അവിടുന്ന് വരത്തില്ല എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വേറൊരു കാര്യം മത്തായിയുടെ സുവിശേഷം 2:23 ഈജിപ്തിൽ ഏതാണ്ട് 2 വർഷക്കാലം ഒളിച്ചു താമസിച്ച യൗസേപ്പും മറിയവും യേശുവിൻ്റെ കൂടെ യൂദയായിലേക്ക് വരാതെ നേരിട്ട് ഗലീലയിലേക്ക് പോയി. മാലാഖ പറഞ്ഞ അനുസരിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, മത്തായി 2:23, അവർ നസ്രത്തിലേക്ക് പോയി, കാരണം പ്രവാചകന്മാർ മുൻകൂറായി അരുളി ചെയ്ത പ്രകാരം അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മൊത്തം പരിശോധിച്ചാലും ഒരു പ്രവാചകനും അങ്ങനൊരു വാക്യം പറഞ്ഞിട്ടില്ല, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു വാക്യവും ഇല്ല. പിന്നെ എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? പ്രവാചകന്മാർ പറഞ്ഞത് എന്താണ്? ഉദാഹരണം, യെശയ്യ 11:1 അന്ന് പറയുന്നു, ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിക്കും. നസ്രത്ത് എന്നുള്ള വാക്ക് നെത്സർ എന്നുള്ള ഗ്രീക്ക് മൂലത്തിൽ നിന്ന് വരുന്നു. അതിൻ്റെ അർത്ഥം ബ്രാഞ്ച് എന്നാണ്, ശാഖ എന്നാണ്. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിക്കും. യെശയ്യ 4:1 അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും. ജെറമിയ 23:5 പറയുന്നു, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ നസ്രായനായ യേശു, നമുക്കറിയാം, യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു, അതാണ് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഒരുപക്ഷെ അത് പരിഹാസ രൂപത്തിൽ എഴുതിയതാണ്. കാരണം നസ്രത്തിൽ നിന്ന് വരുന്ന ഒരുവനും രാജാവാകാൻ സാധിക്കുകയില്ല. അതിൽ ഒരു കോൺട്രഡിക്ഷനുണ്ട്, അതൊരു കളിയാക്കലുണ്ട്, അതൊരു പരിഹാസമാണ്. പക്ഷേ ഈ പരിഹാസം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി എന്ന് നമുക്കറിയാം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആദ്യകാലത്ത് വിളിച്ചിരുന്നത് നസ്രാണികളെന്നാണ്. ഈ പദം നമ്മൾ ഇന്നും അഭിമാനത്തോടെ ഉപയോഗിക്കുന്നു, നസ്രാണി ക്രിസ്ത്യാനികൾ. അതിനാൽ നസ്രായനായ യേശു എന്ന് അതായത് പ്രവാചകന്മാർ പറഞ്ഞത് ഒരു ശാഖയുടെ കാര്യമാണ്. നമുക്ക് ഇനിയും വരാനുള്ളത് ജോസഫിനെ കുറിച്ചാണ്. ഇതിലെ അഭിനേതാക്കളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജോസഫിനെ കുറിച്ച് പറയുന്നു, അവൻ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ഒരു അവകാശിയായിരുന്നു. പക്ഷേ യെക്കോണിയ എന്ന് പറയുന്ന അവൻ്റെ പിതാമഹൻ്റെ കാലത്ത് അവനൊരു ശാപം കിട്ടി. യെക്കോണിയയുടെ പിൻഗാമികളിൽ ആരും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാജകുടുംബത്തിൽ നിന്നാണ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവന് ഒരിക്കലും ഒരു രാജസിംഹാസനം കിട്ടുമായിരുന്നില്ല.
അതുമാത്രമല്ല, മരപ്പണിയായിരുന്നു അവൻ്റെ ജോലി. ഒരു രാജാവിൻ്റെ ജോലിയല്ലല്ലോ മരപ്പണി. അടുത്തതായി ഒരു കന്യകയുടെ കാര്യമാണ് പറയുക. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, ഏതാണ്ട് മറിയാമിന് ഏതാണ്ട് മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിരുന്ന യോവാക്കിയും അന്നായും മരിച്ചു. അനാഥയായ പെൺകുഞ്ഞിനെ അവർ ദൈവാലയത്തിൽ സമർപ്പിച്ചു. ദൈവാലയത്തിൽ ആ കുഞ്ഞ് വളർന്നു. കാഴ്ചയപ്പം കൊണ്ട് അവൾ പോറ്റപ്പെട്ടു. അവിടെയുള്ള നിസ്സാരമായ പണികൾ, തൂത്തുവാരുക, വെള്ളം കോരുക, തുന്നൽ പണി ചെയ്യുക മുതലായ കാര്യങ്ങൾ അവൾ ഏർപ്പെട്ടിരുന്നു. ഒരു പെൺകുട്ടി അവളുടെ ആർത്തവത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവാലയത്തിൽ പിന്നീട് താമസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പുരോഹിതന്മാർ അവർക്കൊരു വിവാഹം ആലോചിച്ച് അവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ യൗസേപ്പിനെ അവരെ കണ്ടുപിടിച്ച് അവൾ യൗസേപ്പുമായി വിവാഹ വാഗ്ദാനം നടത്തിയിരുന്ന ഒരു കന്യകയായിരുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നു. പർത്തനോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വെർജിൻ എന്ന് തന്നെയാണ്. അത് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാർ ആ വെർജിനിറ്റി അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് എ യങ് വുമൺ ഓഫ് മാരേജബിൾ ഏജ് എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എ നുബായിൽ എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായ ഒരു പെൺകുട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ സുവിശേഷകന്മാരെല്ലാം അവൾ കന്യകയായിരുന്നു എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. വിവാഹ സമ്മതം നടത്തിക്കഴിഞ്ഞാൽ അവരെ ഭാര്യയും ഭർത്താവുമായിട്ട് കണക്കാക്കി. അങ്ങനെ അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യൗസേപ്പും മറിയവും കനേഷുമാരി കണക്ക് കൊടുക്കാൻ വേണ്ടി ബേത്ലഹേമിലേക്ക് പോകുന്ന അവസരത്തിൽ മത്തായി സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തി, യൗസേപ്പ് ഗർഭിണിയായ തൻ്റെ ഭാര്യ മറിയാമിനോടുകൂടി ബേത്ലഹേമിലേക്ക് പോയി. അവളെ ഭാര്യ എന്ന് വിളിക്കുക. ഈ സമയത്ത് ആണ് ഈ സംഭവം നടക്കുക. അവൾ ഗർഭിണിയാകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ മാലാഖ കടന്നു വന്ന് പറയുന്നു, റിജോയ്സ് ഹൈലി ഫേവേർഡ് ഓഫ് ഗോഡ്, ഹായ്റെ ഹേ ഹരിത്തോമനെ ഓ കുറിയോസ് മേത്ത സു. ഹായ്റെ ഹേ ഹരിത്തോമനെ, സുറിയാനിയിൽ സ്ലോം ലേക്ക് മറിയാം, മലിയാസ് തൈബൂസു, കൃപ നിറഞ്ഞവളെ സമാധാനം എന്നാണ് പെഷീത്ത ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് മൂലത്തിൽ സന്തോഷിക്കുക, റിജോയ്സ്, വൺ ഹു ഹാസ് ബീൻ ഫേവേർഡ് ബൈ ഗോഡ്, കെ ഹരിത്തോമെനെ. അത് പെർഫെക്റ്റ് പാസീവ് പാർട്ടിസിപ്പിളാണ്. വൺ ഹു ഹാഡ് ബീൻ ഫേവേർഡ് ബൈ ഗോഡ്. ഈ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ന് തുടങ്ങിയതാണ് ദൈവത്തിൻ്റെ ഫേവർ? അവളുടെ ജന്മം മുതൽ. അതാണ് നമ്മൾ ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ എന്ന് കത്തോലിക്കർ വിളിക്കുന്നത്. നമ്മുടെ എല്ലാ ആരാധനക്രമത്തിലും യാക്കോബായ, ഓർത്തഡോക്സ് എല്ലാ വിഭാഗങ്ങളിലും കന്യകമറിയാമിനെ മാണിക്യമെന്നും മാലിന്യമില്ലാത്തവളെന്നും രണ്ടാം സ്വർഗമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അതെല്ലാം ഇമാക്യുലേറ്റ് കൺസെപ്ഷനിൽ നിന്നാണ് ആശയം വരുന്നത്. എങ്കിലും ഇത് കത്തോലിക്കര് ഒരു ഡോഗ്മ പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ എല്ലാവരുടെയും ആരാധനക്രമത്തിൽ കന്യകമറിയാം അവളുടെ ഉത്ഭവം മുതലേ ദൈവത്തിൻ്റെ കൃപയാൽ പൂരിതയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാലാഖ വന്ന് അറിയിച്ചത്. മാതാവ് ഈ അഭിവാദനം കേട്ടപ്പോൾ she was perplexed
എന്ത് ഉത്തരം പറയണം എന്ന് അറിയാൻ സാധിക്കാതെ, എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ കുഴങ്ങിപ്പോയ ഒരു കാര്യം എടുത്തു പറയുന്നു. 12-13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മാലാഖ വന്ന് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ അതിന് പ്രതികരിക്കണം? അവൾ സ്തബ്ധയായില്ലെങ്കിലേ നമുക്ക് അതിശയിക്കുവാനുള്ളൂ. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, അതിനാൽ നീ ഭയപ്പെടേണ്ട. എല്ലാ മാലാഖമാരും പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാന്തനത്തിൻ്റെ ഒരു വാക്ക് പറയാറുണ്ട്. സ്വാന്തനപ്പെടുത്തുന്ന മാലാഖ. കർത്താവ് ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെ സ്വാന്തനപ്പെടുത്തുവാനായി പിതാവ് ഒരു മാലാഖയെ അയച്ചു എന്ന് നാം വായിക്കുന്നു. ഇവിടെ അനൗൺസ്മെന്റ് നടക്കുകയാണ്. നീ ഗർഭിണിയാകാൻ പോവുകയാണ്. ആ ശിശുവിന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനായിരിക്കും. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ ഭരണത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകത്തില്ല. അവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്തെല്ലാം കാര്യങ്ങളാണ് കുത്തി നിറയ്ക്കുന്നത്. ഏതൊരാൾക്കും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്ത അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. മാതാവിന് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല. പക്ഷേ അവളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സിലാകാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക. കാരണം അത് കാലക്രമേണ അത് നിറവേറുമ്പോൾ എനിക്ക് മനസ്സിലായാൽ മതി. എനിക്കിപ്പോൾ മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ട് ദൈവം അതിൻ്റെ സമയത്ത്, അതാതിൻ്റെ സമയത്ത് അതിനൊരു പൂർത്തീകരണം കൊണ്ടുവരും എന്നവൾ വിശ്വസിച്ചു. ദൈവം ആഹാസ് രാജാവിന് ഒരു വെളിപാട് കൊടുക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കും. ആഹാസ് രാജാവ് ഭരിച്ചിരുന്നത് BC 742 മുതൽ 715 വരെയുള്ള കാലത്താണ്. ഈ കാലത്ത് യെശയ്യാ പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം രാജാവിന് കൊടുത്ത അടയാളമായിരുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ളത്. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് നിറവേറപ്പെടുകയാണ്. എന്നാൽ സഖറിയ മാലാഖയോട് ഒരു ചോദ്യം ചോദിച്ചു, ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ? ഞാനും എൻ്റെ ഭാര്യയും രണ്ടുപേരും വൃദ്ധരാണ്, അത് നടക്കാൻ പ്രയാസമാണ്. അവനൊരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. എന്നാൽ കന്യക മാതാവ് ചോദിക്കുന്ന, ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? ഞാൻ കന്യകയാണല്ലോ. 12-13 വയസ്സുള്ള ഒരു ബാലികയ്ക്ക് ഇതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? എൻ്റെ മോഡൂസ് ഓപ്പറാന്തി, ദ മോഡ് ഓഫ് ഓപ്പറേഷൻ, മാലാഖ സവിസ്തരം വിവരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണത് സംഭവിക്കുക? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെ വാക്യങ്ങളിൽ, സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 23 വരെ വാക്യങ്ങളിൽ, യെശയ്യായുടെ പ്രവചനം 4-ാം അധ്യായം 5 മുതൽ 6 വരെ വാക്യങ്ങളിൽ ഈ നിഴലിനെ കുറിച്ച് പറയുന്നു. പുറപ്പാട് പുസ്തകം 40-ൽ പറയുന്നത് ദൈവത്തിൻ്റെ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ഒരു വലിയ മേഘം, കട്ടിയുള്ള മേഘം,
ഹെവി ക്ലൗഡ്. ഇതിനാണ് ഹീബ്രു ഭാഷയിൽ കബോദ് എന്ന് പറയുന്നത്. ഗ്ലോറി, മഹത്വം. മേഘമാണ് മഹത്വം, കട്ടിയുള്ള മേഘം. ഈ മേഘത്തിന് പല ഭാവങ്ങളുണ്ട്. പകൽ സമയത്ത് അത് ഇരുണ്ട് നിറഞ്ഞതായിരിക്കുന്നത്, കാരണം അത് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിഴലാണ് വീഴ്ത്തുക. രാത്രിയാകുമ്പോൾ ഈ കറുത്തിരുണ്ട മേഘം നന്നായിട്ട് ഗ്ലോ ചെയ്യും, അത് പ്രകാശിക്കും, സ്വർണ്ണ നിറത്തിൽ പ്രകാശിക്കും. അങ്ങനെ അത് പ്രകാശം നൽകാനുള്ളത്. അങ്ങനെ തണലും പ്രകാശവുമായിട്ട് സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ കട്ടിയുള്ള ഒരു മേഘം നിന്നിരുന്നു. അത് ഇസ്രായേൽക്കാർക്ക് ഒരു അടയാളം കൂടിയായിരുന്നു. ആ മേഘം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവർ പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, അവിടുന്ന് കൂടാരം പൊളിച്ച് അടുത്ത സ്ഥാനത്തേക്ക് നീങ്ങത്തില്ല. എന്നാൽ ആ മേഘം ഉയർന്നു കഴിയുമ്പോൾ അത് അടയാളമായിരുന്നു അവർക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളത്. ഹീബ്രു ഭാഷയിൽ റഹഫേത്ത് എന്നുള്ള വാക്ക്, റാഹഫ് എന്നുള്ള വാക്ക് ആവസിക്കുക, പൊരുന്നയിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എന്നുള്ളതിന് പൊരുന്നയിരിക്കുക എന്നുള്ള ഒരു പ്രയോഗം കൂടി ഉണ്ടായിരുന്നു. അത് കാലക്രമത്തിൽ മാറ്റിയതാണ്. അപ്പോൾ പൊരുന്നയിരിക്കുന്നത് ഒരു പുതിയ കുഞ്ഞിനെ വിരിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ നിഴല് വീഴ്ത്തിയിരുന്നു, ആവസിച്ചിരുന്നു. അത് ഒന്നാമത്തെ ക്രിയേഷനാണ്. ഇവിടെ രണ്ടാമത്തെ ക്രിയേഷൻ നടക്കുക. അവിടെ റഹഫത്ത് എന്നുള്ള വാക്ക് ലൂക്കായുടെ സുവിശേഷം 1:35 ഒരു പുനഃസൃഷ്ടി ഇവിടെ നടക്കുക. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ ആദമാണ്. ഒന്നാമത്തെ ആദം പാപം ചെയ്ത് ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആദമായ യേശു തമ്പുരാൻ ജനിക്കുമ്പോൾ അവിടെ ഒരു പുനഃസൃഷ്ടി നടക്കുകയാണ്. മറിയാമിനോട് മാലാഖ പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയം പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. ഈ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള വാക്ക് സൃഷ്ടിയുടെ വാക്കാണ്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലെറ്റ് ദെയർ ബി എ ലൈറ്റ്, ലെറ്റ് ദെയർ ബി firmament, let there be dry land, let there be vegetation, let there be swarm of creatures എന്നിങ്ങനെ let there be എന്നുള്ള വാക്ക് ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് സൃഷ്ടിയുടെ വചനമാണ്. അതിനാൽ ഇവിടെ let it be done to me according to thy word എന്ന് മറിയാം ഒരുപക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് മൊത്തം മനസ്സിലാകാതെ പറഞ്ഞത് ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. ഗ്രിഗറി ഓഫ് നീസ ഈ അനൺസിയേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നു, മറിയം പറഞ്ഞ ഈ വാക്ക് നമ്മൾ ഓരോരുത്തരും പറയേണ്ടതാണ്. കാരണം സ്പിരിച്വാലിറ്റി ഈസ് സറണ്ടർഡ്. ആധ്യാത്മികതയുടെ ലക്ഷണം അത് സമ്പൂർണ്ണ സമർപ്പണമാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെയാണ് യേശുവിൻ്റെ അമ്മയായ മറിയവും പ്രാർത്ഥിച്ചത്. അതിനാൽ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ലാത്തത് കാരണം യേശുവും യേശുവിൻ്റെ അമ്മയും ഉപയോഗിച്ച പ്രാർത്ഥനയാണ് ദ പ്രയർ പാർ എക്സലൻസ് എന്ന് നമുക്ക് പറയാം.
ഏറ്റവും മനോഹരമായ, ഏറ്റവും അത്യുത്തമമായ പ്രാർത്ഥന എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറണമെന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ, ആത്മാർത്ഥമായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് രക്ഷ കൈവരിക. അതുകൊണ്ടാണ് ഗ്രിഗറി ഓഫ് നീസ പറഞ്ഞത്, ഇത് മറിയം മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ഓരോരുത്തരും പറയണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന്, സ്നാപക യോഹന്നാന്റെ ജനനത്തിൽ പറയുന്നു, അവൻ വഴിയൊരുക്കാൻ വന്നതാണ്. അവൻ വഴിയൊരുക്കിയത് അനുതാപത്തിൻ്റെ വഴിയായിരുന്നു. യേശു പ്രസംഗം ആരംഭിച്ചപ്പോൾ, പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അത് തന്നെ പറഞ്ഞു, പശ്ചാത്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചു. അതിനാൽ യോഹന്നാൻ്റെയും യേശുവിൻ്റെ സന്ദേശം ഒന്ന് തന്നെയാണ്. ബോധത്തിൻ്റെ മാറ്റം, വഴിയുടെ മാറ്റം. മെത്താനൊയ്യ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ മാറ്റമാണ്. ബോധം മാത്രം മാറിയ പോരാ, വഴി മാറണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം വഴിയിലൂടെ പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ജഡിക താല്പര്യങ്ങളുടെയൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചുവെങ്കിൽ ഇനി ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരണം. ഹീബ്രു വാക്ക് ഷൂഫ് എന്നാണ്, തിരിച്ചു വരിക. ഞാൻ ഒരു വഴിയിലൂടെ അങ്ങ് സഞ്ചരിച്ചു, എനിക്ക് വഴി നിശ്ചയമില്ല. ഞാൻ വഴിയെ കണ്ട ഒരാളോട് ചോദിക്കുന്നു, ഇന്നടത്തേക്ക് പോകുന്ന വഴി ഇതാണ്. ആൾ പറയുന്നത്, അയ്യോ തെറ്റിപ്പോയി, ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ജംഗ്ഷനുണ്ട്, അത് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയണം. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, വണ്ടി അവിടെ നിർത്തിയിട്ട് നേരെ പുറകോട്ടടിക്കും, എന്നിട്ട് ശരിയായ വഴിയിലേക്ക് പോകും. ഇതാണ് തിരിച്ചുവരവ്, മാനസാന്തരം എന്ന് പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ രക്ഷാകരമായ രഹസ്യം ക്രിസ്മസ് എന്ന് സായിപ്പന്മാർ പറയുന്ന പോലെ നമ്മൾ പറയരുത്. നമുക്ക് ക്രിസ്മസ് എന്നുള്ള വാക്കൊന്നുമില്ല. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജനന പെരുന്നാൾ, അങ്ങനെ വേണം നമ്മൾ പറയാൻ. ഇത് രക്ഷാകരമായ ജനന പെരുന്നാളാണെങ്കിൽ, നമുക്കത് രക്ഷാകരമാകണമെങ്കിൽ തീർച്ചയായും അനുതാപത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പരിശുദ്ധ മറിയം, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സ്വയമായിട്ട് ഏറ്റെടുത്തത്, വേണ്ടി വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനുള്ള സ്ഥിതി വരെ അവൾ സ്വയം ഏറ്റെടുത്തു എന്ന് അവൾക്കറിയാം. കാരണം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്നതിന് മുമ്പ് ഒരാൾ ഗർഭവതിയായാൽ ആ ആളും അവരുടെ ബന്ധുക്കളെ എല്ലാവരും കൂടെ കൂടി ഈ പെണ്ണിനെ പിടിച്ചു കെട്ടി ഒരു പ്രധാനപ്പെട്ട ചന്തസ്ഥലത്ത് കൊണ്ടുപോയി എല്ലാവരും അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു അന്നത്തെ ശിക്ഷ. അപ്പോൾ ഇവിടെ കന്യക മറിയം നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം റിസ്ക്കാണ് അവൾ ഏറ്റെടുത്തത്. അപ്പോൾ പരിശുദ്ധ മറിയത്തിന് ദൈവം നന്മയെ ചെയ്യുള്ളൂ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണമായി സമർപ്പിച്ച ആ സമർപ്പണം, പ്രത്യേകിച്ച് ഈ ആഗമന കാലത്ത് കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം. അതുപോലെ പശ്ചാത്താപത്തിലൂടെ ഒരു ജീവിത നവീകരണത്തിലേക്ക്, ഒരു പുനഃസൃഷ്ടിയിലേക്ക് വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.